ഹായ് ഓൾ. അപ്പൊ എല്ലാവർക്കും അടുത്ത ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കേരള PSCയുടെ അല്ലെങ്കിൽ UPSCയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആണ്. അതേതാണ്? കേരള PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ISROയുടെ മിഷൻസ്, DRDOയുടെ മിഷൻസ്. അപ്പൊ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പേസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ആണ്. കേരള PSCയിലും UPSCയിലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സ്പേസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് ആര്? വിക്രം സാരാഭായ് അല്ലെ. അപ്പൊ വിക്രം സാരാഭായിയുടെ അണ്ടറിലാണ് ഇൻകോസ്പാർ എന്ന് പറയുന്നത്. നമ്മുടെ ISROയുടെ ആദ്യത്തെ പേരാണ് ഇൻകോസ്പാർ. അപ്പൊ ഇൻകോസ്പാർ വരുന്നത് ഡോക്ടർ വിക്രം സാരാഭായിയുടെ അണ്ടറിലാണ്. അപ്പൊ വിക്രം സാരാഭായ് ആണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്ന് അറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ വിക്രം സാരാഭായ് അല്ലെ. അപ്പം ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് ആണ് ഡോക്ടർ വിക്രം സാരാഭായ്. സോ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനിലാണ് നമ്മുടെ സ്പേസ് ജേർണി ഇവോൾവ് ആയത്. അങ്ങനെ ഇവോൾവ് ആയതിന്റെ ആദ്യത്തെ പടിയായിട്ട് നമുക്ക് പറയാവുന്നതാണ് 1962 1962 ഫോർമുലേറ്റ് ചെയ്ത ഇൻകോസ്പാർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ആ ഇൻകോസ്പാറിന് ശേഷമാണ് നമ്മൾ പിന്നെ ചവിട്ടുപടി വെച്ച് നമ്മൾ ഇപ്പോ ഉള്ള എന്താ പറയാ, ഈവൻ മാർച്ചിൽ പോലും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സ്പേസിൽ പോലും ഇന്ത്യയിൽ നിന്ന് ആളിനെ അയക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ ഇന്ത്യൻ സ്പേസ് സിസ്റ്റം ഇവോൾവ് ആയത്. ഓക്കെ, അപ്പൊ ഇൻകോസ്പാറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. അത് ഫൗണ്ട് ചെയ്ത വർഷം 1962 1963 നമ്മുടെ ആദ്യത്തെ മേജർ മൈൽ സ്റ്റോൺ ആയ സൗണ്ടിംഗ് റോക്കറ്റ് ഫ്രം തുമ്പ സ്പേസ് ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സെന്റർ TERLS എന്ന് പറയുന്ന 1963 നമ്മൾ അവിടെ നിന്ന് ആദ്യമായിട്ടൊരു സൗണ്ടിംഗ് റോക്കറ്റ് അയച്ചത് അല്ലെ. നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫോട്ടോ ഓർമ്മയുണ്ട്. ഒരു സൈക്കിളിൽ ഈ TERLS കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ നമ്മുടെ മൈൻഡിൽ എപ്പോഴും കാണും. അപ്പം ഈ 1963 അത് വന്നത്. അതിനുശേഷം 1969 ISRO എസ്റ്റാബ്ലിഷ് ആവുന്നത്. പിന്നെ 1975 ഇവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. എന്താണ് അതിന്റെ പേര്? ആര്യഭട്ട. അപ്പൊ ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 1962 1963 1969 1975 ഇതൊക്കെ നമ്മുടെ ലാൻഡ് മാർക്സ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് ഇൻ ഇന്ത്യൻ സ്പേസ് ജേർണിയാണ്. അതായത് നമ്മുടെ സൊസൈറ്റിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്പേസ് സിസ്റ്റം ഇവോൾവ് ആവുന്നത് അല്ലെ. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം വെൻ കമ്പയർഡ് ടു അതർ നേഷൻസ് സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറെ കൂടി ഇൻക്ലൂസീവ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു 10 സാറ്റലൈറ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിൽ 2 or 3 ഒക്കെ നമ്മുടെ സൈഡിലുള്ള കുഞ്ഞു രാജ്യങ്ങളിലെ സാറ്റലൈറ്റ്സ് നമ്മൾ വിക്ഷേപിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് അടുത്തതിലേക്ക് വരാം. അതായത് നമ്മുടെ ഇന്ത്യൻ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലാണ് വരുന്നിരിക്കുന്നത്. നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. പക്ഷെ ആ ആത്മനിർഭർ ഭാരതിന്റെ സ്റ്റെപ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്ന സ്ലൈഡിൽ. ആക്സസ്, ഇൻഫ്രാസ്ട്രക്ചർ, സോവറിനിറ്റി, എക്സ്പ്ലോറേഷൻ, എക്കോസിസ്റ്റം. അതായത് നമ്മൾ ആദ്യം ആക്സസ് കൊണ്ടുവന്നു, പിന്നെ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു, പിന്നെ അതിൽ നമുക്ക് സോവറിനിറ്റി കൊണ്ടുവന്നു. അപ്പൊ ഈ സോവറിനിറ്റി, സ്പേസ് സോവറിനിറ്റി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കറന്റ് വാർ സിനോറിയോ വെച്ച് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് നമ്മുടെ APJ അബ്ദുൽ കലാം അദ്ദേഹം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് മിസൈൽ സിസ്റ്റം കൊണ്ടുവന്ന് നമ്മൾ അത്രയും സ്പേസ് അത്രയും ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. അപ്പം അവിടെ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് സഹായിച്ചത് ഇതുപോലത്തെ സ്പേസ് സയൻസ് ഡെവലപ്മെന്റ്സ് ആണ്. പിന്നെ എക്സ്പ്ലോറേഷൻ, ഡീപ് സ്പേസ്, ഇന്റർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ, പിന്നെ എക്കോസിസ്റ്റം. ഇത് ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യയുടെ ഫൗണ്ടേഷൻസ് ഓഫ് ദി എന്താ പറയാ സ്പേസ് സിസ്റ്റം എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് കുറച്ച് ഇത് വന്നതാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് വെഹിക്കിൾസ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ കൊണ്ടുവന്ന വെഹിക്കിൾ ആണ് SLV, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 40 കിലോഗ്രാം പേലോഡ് ആണ് ഇത് എടുത്തിരുന്നത്. അത് ഫസ്റ്റ് ആണ് നമ്മൾ ആദ്യം കൊണ്ടുവന്ന SLV ആണ്, ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. അപ്പം അതിന്റെ ആദ്യത്തെ എക്സ്പെരിമെന്റൽ സക്സസ് 1980 കേട്ടോ. അപ്പൊ SLV എന്ന് പറഞ്ഞ വെഹിക്കിൾ യൂസ് ചെയ്ത് നമ്മളൊരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ പേര് രോഹിണി എന്നാണ്. ഓക്കെ, ലോഞ്ച് ചെയ്തതാണ് ASLV. ASLV എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അപ്പൊ ഈ ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ
കുറച്ചുകൂടി SLV-3 കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കി കൊണ്ടുവന്നതാണ് ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. അതിന് 150 കിലോഗ്രാം പേലോഡ് ആണുള്ളത്. സ്ട്രാപ്പ് ഓൺ ബൂസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ASLV വരുന്നത് 1992-ലാണ്. അതിനുശേഷമാണ് നമ്മൾ ഇപ്പൊ കാണുന്ന PSLV വരുന്നത്. നമ്മുടെ അതിനൊരു പേര് പറയും, PSLVക്ക് ഒരു പ്രത്യേക ഒരു പേരുണ്ട്, വർക്ക് ഹോഴ്സ് എന്നാ പറയുന്നത്. അപ്പൊ ഈ PSLV എന്ന് പറയുന്നത് 1750 കിലോഗ്രാം പേലോഡ് വരെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു എന്താ പറയാ ഒരു വെഹിക്കിൾ ആണ് PSLV. സോ PSLV എന്ന് പറഞ്ഞാൽ 1750 കിലോഗ്രാം പേലോഡാണ് അത് കൊണ്ടുപോകുന്നത്. വർക്ക് ഹോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ആക്ച്വലി ഇന്ത്യയുടെ ആദ്യത്തെ ലോഞ്ച് വെഹിക്കിൾ ആണ്, ലിക്വിഡ് സ്റ്റേജ് ഉള്ള ആദ്യത്തെ ലോഞ്ച് വെഹിക്കിൾ ആണ്. അതുപോലെ അതിന്റെ പേലോഡ് കപ്പാസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു 1750 കിലോഗ്രാം ആണ്. ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സാറ്റലൈറ്റിനെ അയക്കാൻ സഹായിച്ച ഒരു വെഹിക്കിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് യൂസ് ചെയ്യുന്നത്. 1994 സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, GSLV Mk2. അതിന് മുന്നേ നമുക്ക് PSLVയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മിഷൻ നോക്കാം. PSLV C62 എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് മിഷൻ ഉണ്ടായിരുന്നു. അതിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് അത് വിക്ഷേപിച്ചത്. അതിന് 2 സ്ട്രാപ്പോൺസ് ആണ് ഉണ്ടായിരുന്നത്. 2 സ്ട്രാപ്പോൺസ് ഉള്ള PSLV DL വേരിയന്റ് ആയിരുന്നു. അത് PSLVയുടെ 64ാമത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ NSIL എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് NSIL എന്ന് പറയുന്ന ഗവൺമെന്റ് ഇത് നമ്മുടെ ISROയുടെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ NSIL ഡെഡിക്കേറ്റഡ് അതിന്റെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള 9th ഡെഡിക്കേറ്റഡ് കൊമേഴ്ഷ്യൽ മിഷൻ ആയിരുന്നു ഈ PSLV C62 എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഉണ്ടാകുന്ന പേലോഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് EOS N1 എന്ന് പറയുന്ന അൻവേഷ എന്ന് പറയുന്ന ഒരു പേലോഡ് കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നത്. അതിൽ 15 കോ പാസഞ്ചർ സാറ്റലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും ആയിട്ട് 15 കോ പാസഞ്ചർ സാറ്റലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കെസ്ട്രൽ ആണ്. കെസ്ട്രൽ ഇനീഷ്യൽ ഡെമോൺസ്ട്രേറ്റർ, അതായത് ഒരു സ്പാനിഷ് സ്റ്റാർട്ടപ്പിന്റെ ഒരു ഓർബിറ്റൽ പാരഡൈം ആണ്. അതായത് നമ്മൾ സ്പേസിലേക്ക് വിടുന്ന സാധനം തിരിച്ച് തിരിച്ച് ആ പേലോഡിനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്പേസിൽ ഒരുപാട് വേസ്റ്റ് ഉള്ളേ. നമ്മുടെ ഈ ഇവിടുന്ന് വിടുന്ന റോക്കറ്റിനെ തിരിച്ച് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് യൂസ്ഫുൾ തിങ്. അല്ലാണ്ട് അവിടെ വേസ്റ്റ് ആയി പോവുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ, നമുക്ക് ചുറ്റും നമ്മുടെ ഗ്ലോബ് എടുത്ത് നോക്കുവാണെങ്കിൽ എർത്ത് സ്പേസിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് സറൗണ്ടഡ് ബൈ ലോഡ് ഓഫ് വേസ്റ്റ് അല്ലെ. അപ്പം ആ സാറ്റലൈറ്റിന്റെയും റോക്കറ്റിന്റെയും ഒക്കെ വേസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ കുറയ്ക്കാനായിട്ടാണ് നമ്മുടെ ഇന്ത്യയും മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ടാണ് ഈ കെസ്ട്രൽ മിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ കെസ്ട്രൽ മിഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയതില് കെസ്ട്രൽ ഇനീഷ്യൽ ഡെമോൺസ്ട്രേറ്റർ KID എന്നാണ് പറയുന്നത്. സ്പാനിഷ് സ്റ്റാർട്ടപ്പിന്റെ ഒരു ഓർബിറ്റൽ പ്രോഗ്രാം ആയിരുന്നു. 25 കിലോഗ്രാം റീ എൻട്രി ചെയ്തു. ഇതൊരു സക്സസ്ഫുൾ സൗത്ത് പസഫിക് സ്പ്ലാഷ് ഡൗൺ ആയിരുന്നു. സൗത്ത് പസഫിക്കിൽ വന്ന സക്സസ്ഫുൾ സ്പ്ലാഷ് ഡൗൺ ആയിരുന്നു ഇത്. സോ അങ്ങനെയാണ് PSLV C62 നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോ അടുത്ത ആളാണ് നോക്കുമ്പോൾ GSLV Mk2 2001 ഇറക്കിയ സാധനമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ക്രയോജനിക് സ്റ്റേജ്, ഇൻഡിജീനിയസ് ആയിട്ടുള്ള ക്രയോജനിക് സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ്. ക്രയോജനിക് അപ്പർ സ്റ്റേജ് ഇതിൽ യൂസ് ചെയ്തു. ക്രയോജനിക് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അത് ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും യൂസ് ചെയ്താണ് ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. വളരെ ലോ ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും യൂസ് ചെയ്തിട്ട് ബേസ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ത്രസ്റ്റ് ഉണ്ടാക്കുക, ഫോഴ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ക്രയോജനിക് എഞ്ചിൻസ് ചെയ്യുന്നത്. അത് ഭയങ്കര പാടാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ. പക്ഷെ അത് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്തത് 2001 ഇൻഡിജീനിയസ് ക്രയോജനിക് സ്റ്റേജ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് GSLV Mk2 പിന്നെ വരുന്നത് LVM-3 എന്ന് പറയുന്നത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്നത് മുന്നേ നമ്മൾ അറിയപ്പെടുന്ന GSLV Mk3 എന്നാണ്. ഓക്കെ, അത് മുന്നേ നമ്മള് GSLV Mk3 എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും പിന്നെ 4000 കിലോഗ്രാം വരെ അതിന് ഭാരം ചുമക്കാൻ പറ്റും. ഓക്കെ, 4000 കിലോഗ്രാം ഭാരം ചുമക്കാൻ പറ്റുന്ന ഒരു ഹെവി ലിഫ്റ്റർ ആണത്. അത് നമ്മുടെ ഗഗൻയാന് വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തതാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും ഹെവിയസ്റ്റും ഏറ്റവും പവർഫുൾ റോക്കറ്റുമാണ് LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. 2014 ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ഇനി നമ്മൾ അടുത്ത ഫ്യൂച്ചർ ഇന്നോവേഷൻ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ വി ക്യാൻ ടെൽ ഇറ്റ് ഇസ് അബൌട്ട് റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ അല്ലെ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ISRO ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മിഷൻസ് ആണ്. ഓക്കെ, അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്നത് NSILന്റെ LVM-3M6 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 സാറ്റലൈറ്റിനെ AST മൊബൈൽ സ്പേസ് മൊബൈൽ യുഎസിന്റെ AST സ്പേസ് മൊബൈലിന് വേണ്ടി നമ്മൾ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റീസിന് വേണ്ടി നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയാണ് വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ PSLVയുടെ 3 മിഷൻസ് പ്ലാൻഡ് ആണ്. ഒന്നെന്ന് പറയുന്നത് NSIL കസ്റ്റമർ സാറ്റലൈറ്റ്, പിന്നെ എർത്ത് ഒബ്സർവേഷൻ പേലോഡ്സ് EOS-1, പിന്നെ PSLV N1 ടെക് ഡെമോ. അത് ഭയങ്കര ഹൈ ത്രസ്റ്റ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ യൂസ് ചെയ്ത് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് ട്രാവലിംഗ് വേവ് ആംപ്ലിഫയർ യൂസ് ചെയ്തുള്ള ഫ്യൂച്ചർ സാറ്റലൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് PSLV N1 ടെക് ഡെമോ. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊമേഴ്ഷ്യൽ ആം, അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ ആമാണ് NSIL, അതായത് ISROയുടെ ഒരു കൊമേഴ്ഷ്യൽ ആമാണ് NSIL. അപ്പൊ ഈ NSIL ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവോൾവ്മെന്റ് നമുക്ക് സ്പേസിൽ കൊണ്ടുവരാം. എന്തിനാണ് നമ്മൾ പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവോൾവ്മെന്റ് സ്പേസിൽ കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേഷനും റിസർച്ചിനും ഒക്കെ വേണ്ടിയാണ്. ടെക്നോളജിക്കലി ഡെവലപ്പ് ആവണമെങ്കിൽ ഫണ്ട് വേണം. അപ്പൊ ആ ഫണ്ടിന് പ്രോപ്പറായിട്ട് ഫണ്ട് ചാനൽ ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് വരണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഈ കമ്പനീസ് ഒക്കെ വരണം. അപ്പം ISRO മാത്രമല്ല ഇവിടെ സാറ്റലൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലാണ്ട് തന്നെ ഇൻഡിജിനിയസ് ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യക്കകത്ത് തന്നെ സാറ്റലൈറ്റ്സും അങ്ങനത്തെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ NSIL വരുന്നത്. ഓക്കെ, അപ്പൊ NSIL ലിമിറ്റഡ് എന്ന് പറയുന്നത് ISROയുടെ കൊമേഴ്ഷ്യൽ ആമാണ്. അപ്പോൾ അത് മാർച്ച് 6, 2019 അത് ഫോം ചെയ്തത്. അതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനി ആയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഫോം ചെയ്തതാണ് NSIL. അപ്പൊ ഈ NSIL ഉള്ളത് കൊണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ സ്പേസ് ബിസിനസ് നമുക്ക് ഇന്ത്യയുടെ ISROയിലേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ISROയ്ക്ക് ഈ കൊമേഴ്ഷ്യൽ വിങ് കൂടെ വരുമ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആവും. അപ്പൊ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മനിർഭർ ഭാരതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ തീമിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വരുന്ന സാധനമാണ് ഈ NSIL. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നേരത്തെ പറഞ്ഞ ക്രയോജനിക് അപ്പർ സ്റ്റേജിനെ പറ്റിയിട്ടാണ്. അതായത് ഈ ക്രയോജനിക് അപ്പർ സ്റ്റേജിൽ ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ നമ്മുടെ ബേസിക് ചോദിക്കുമെന്ന്. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ക്രയോജനിക്, അല്ലെങ്കിൽ ലിക്വിഡ് ഹൈഡ്രജൻ ലിക്വിഡ് നൈട്രജൻ ഈസ് യൂസ്ഡ് ഇൻ ക്രയോജനിക് എഞ്ചിൻ, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സംഭവം പഠിക്കുകയാണെങ്കിൽ പോലും അതിന്റെ കുറച്ചുകൂടി ഡീപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓപ്ഷൻസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അറിയാൻ പറ്റും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് റാങ്ക് മേക്കോ റാങ്ക് ബ്രേക്കറോ ആയി മാറും. ഓക്കെ, സോ അതാണ് ക്രയോജനിക് അപ്പർ സ്റ്റേജിനെ പറ്റി പറയുമ്പോൾ. ക്രയോജനിക് അപ്പർ സ്റ്റേജ് ഞാൻ പറഞ്ഞു ലിക്വിഡ് ഓക്സിജൻ ലിക്വിഡ് ഹൈഡ്രജൻ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. വളരെ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ തെർമൽ ഫിസിക്സ് എന്ന് പറയും. അപ്പൊ ആ ഒരു ഏരിയയിലാണ് ഇത് വരുന്നത്. നേരത്തെ പറഞ്ഞതാണ് ഈ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതിനെപ്പറ്റി ഒന്നും കൂടെ ഈ സ്ലൈഡിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. അതിന്റെ എന്താ പറയാ ഡയമെൻഷനും സ്റ്റേജും പേലോഡ് കപ്പാസിറ്റിയും ഒക്കെയാണ്. അതിന് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്, അതിൽ ഓർത്തിരിക്കേണ്ട കാര്യം അതേ ഉള്ളൂ. പിന്നെ 3 സ്റ്റേജാണ്, 3 സ്റ്റേജ് സോളിഡും 1 സ്റ്റേജ് ലിക്വിഡ് ഫ്യൂൽഡും ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 3+1 4 സ്റ്റേജ് വരും. അതാണ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതേസമയം ASLV ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വരുമ്പോൾ അവിടെ 4 സ്റ്റേജ് വരും. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അബൌട്ട് നമ്മൾ കുറെ സാറ്റലൈറ്റ്സിനെ വിടുന്നുണ്ട് അല്ലെ. അപ്പം അതിൽ സൺ സിൻക്രണസ് സാറ്റലൈറ്റ് ഉണ്ട്. അപ്പൊ സൺ സിൻക്രണസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റിനെ പറ്റിയാണ് ഈ ആദ്യം കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ കാർട്ടോസാറ്റ്, റിസാറ്റ്, റിസോഴ്സാറ്റ്, EOS ഇതൊക്കെ തന്നെ പേര് പറയുന്ന പോലെ ക്രോപ്പ് മാപ്പിംഗ് അല്ലെങ്കിൽ വെതർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സോയിൽ മോയിസ്ചർ ഇതൊക്കെ കാണാൻ വേണ്ടി. അതുപോലെ നമ്മൾ ഏർലി ഫ്ലഡ് വാർണിംഗ് ഒക്കെ വരില്ലേ, അപ്പൊ അതൊക്കെ ഈ സാറ്റലൈറ്റ് ഇമേജറീസ് ഒക്കെ യൂസ് ചെയ്താണ് വരുന്നത്. പിന്നെ നോക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഇതെന്ന് പറയുന്നത് അവിടെ തന്നെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും, നമ്മൾ എപ്പോൾ നോക്കിയാലും അത് അവിടെ തന്നെ കാണും. അപ്പം അതെന്ന് പറയുന്നത് ഇൻസാറ്റ്, ജിസാറ്റ് സീരീസ് ഒക്കെ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ടെലി എഡ്യൂക്കേഷൻ, ടെലിമെഡിസിൻ, സാറ്റലൈറ്റ് ന്യൂസ് ഗ്യാതറിംഗ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ 2 ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ്സും അതിന്റെ യൂസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചോദിക്കും കേട്ടോ.
ഇതിൽ ഓർത്തിരിക്കേണ്ടത് എർത്ത് ഒബ്സർവേഷൻ സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ EOS. നമ്മൾ EOS എന്ന് പറഞ്ഞ് അയക്കുന്ന എല്ലാ സാറ്റലൈറ്റും ഇതിൽ വരും. എർത്ത് ഓർബിറ്റ് സൺ സിൻക്രണസ്, ക്രോപ്പ് മാപ്പിംഗ്, സോയിൽ മോയ്സ്ചർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻസാറ്റ്, ജിസാറ്റ് അതൊക്കെയാണ്. അതെന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലിമെഡിസിൻ, സാറ്റലൈറ്റ് ന്യൂസ് ഗാദറിംഗ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് നാവിക് ആണ്. നമ്മൾ നാവികിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? നാവിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പൊ നമുക്ക് പണ്ടുണ്ടായിരുന്ന GPS ആണ്, US-ന്റെ GPS. ഇപ്പോഴും നമ്മൾ GPS ഉപയോഗിക്കുന്നുണ്ടല്ലേ? അപ്പൊ ആ GPSന് ഒരു ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് നാവിക്. അപ്പം നാവിക് എന്ന് പറയുന്നത് റീജിയണൽ ആണ്. ഇന്ത്യ പ്ലസ് 1500 കിലോമീറ്റർ. അത് സോവറിൻ കൺട്രോൾ ആണ്, വേറെ ആർക്കും കൊടുക്കില്ല, നമ്മുടെ മാത്രമാണ്. ഡുവൽ ഇതാണ്, ഫ്രീക്വൻസി L5ഉം S ബാൻഡിലുമാണ് ഇതിന്റെ ഫ്രീക്വൻസി. ഇത് കാണാതെ പഠിച്ചിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. L ആൻഡ് S ബാൻഡിലാണ് നാവിക്കിന്റെ ഫ്രീക്വൻസി വരുന്നത്. സ്റ്റാൻഡേർഡ് GPS എന്ന് പറയുന്നത് ഗ്ലോബൽ ആണ്, മൊത്തത്തിലാണ്, അറിയാലോ. അത് ഫോറിൻ റിലയൻസ് ആണ്. അപ്പൊ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരും. അല്ല, അവർക്ക് നമ്മളവര് ഡാറ്റ യൂസ് ചെയ്യണമെങ്കിൽ അവർ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പൊ അവരിപ്പോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് GPS കിട്ടത്തില്ല, അല്ലെ? അപ്പൊ GPS ഇല്ലെങ്കിൽ ഇപ്പൊ ഗൂഗിൾ മാപ്പില്ലേ, ഗൂഗിൾ മാപ്പില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് ഈ നാവിക് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് സിംഗിൾ L ബാൻഡിൽ വരുന്നതാണ് GPS, കേട്ടോ. GPS L ബാൻഡിലും നാവിക് L5ഉം ആൻഡ് S ബാൻഡിലുമാണ് വരുന്നത്. അപ്പം അതായത് ഇതിലെങ്ങനെയാണ് ഈ ഒരു നാവിക് വർക്ക് ചെയ്യുന്നതാണ് സ്ലൈഡിന്റെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കുക, പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി അടുത്തത് നാവികിനെ പറ്റി കൂടുതൽ പറയാണ്. അതായത് IRNSS എന്ന് പറയുന്ന അതിന്റെ വേറെ പേരാണ് നാവിക്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ്. ഇന്ത്യസ് റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ്. അപ്പൊ ഇതിന്റെ കവറേജ് വരുന്നത് പറഞ്ഞാൽ 8 സാറ്റലൈറ്റ് വരും. അതായത് 3 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും 5 ജിയോ സിൻക്രണസ് സാറ്റലൈറ്റും. ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം റീജിയണൽ കവറേജ് എന്ന് പറയുന്നത് ഇന്ത്യയും പ്ലസ് 1500 കിലോമീറ്ററും വരും. ഇത് GPS-നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും GPS-ന്റെ അത്രയും ഇതില്ല. ഓക്കെ, അൺലൈക്ക് GPS ഗ്ലോബൽ 31 MEO സാറ്റലൈറ്റ് ആണ് GPS-നുള്ളത്. ഇനി സുപ്പീരിയർ ആക്യുറസി ആണ്. GPS ഭയങ്കര വൈഡ് ഏരിയ ആണെങ്കിലും GPS-നേക്കാളും കുറെ കൂടി ആക്യുറസി ഇതിനുണ്ട്. ഇത് L5ഉം S ബാൻഡും ആയതുകൊണ്ട് തന്നെ ഡുവൽ ഫ്രീക്വൻസിയിൽ 5 മീറ്റർ ആക്യുറസി കിട്ടും. സ്റ്റാൻഡേർഡ് GPS എന്ന് പറയുന്നത് 20 മീറ്റർ ആക്യുറസിയാണ്. ഓക്കെ, പക്ഷെ നമ്മുടേത് 5 മീറ്റർ ആക്യുറസി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നിയർ വെർട്ടിക്കൽ നമുക്ക് നേരെ മുകളിൽ തന്നെയാണ് സാറ്റലൈറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അർബൻ പെർഫോമൻസ് ഇംപ്രൂവ് ആവും. പിന്നെ വരുന്നത് ഡിഫൻസും ഏവിയേഷനും ആണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്ന ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. ഗഗൻ, അതുപോലെ ഗഗൻ ഇന്റഗ്രേഷൻ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഗഗൻയാനും മംഗൾയാനും ചന്ദ്രയാനും ഒക്കെ നോക്കും. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഗഗൻ ഇന്റഗ്രേഷന് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട്, ടൈമിംഗ്, പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസി കാണിക്കാൻ, അല്ലെ? ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് അതിനെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളിൽ ഒന്ന് സയൻസ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിലുള്ള നമ്മുടെ ഇൻഡിപെൻഡൻസ് ആണ്, അല്ലെ? അത് നമ്മുടെ 4 റണ്ണേഴ്സ് ആയ വിക്രം സാരാഭായ് ആയാലും അതുപോലെ APJ അബ്ദുൽ കലാം, അവരൊക്കെ തന്നെ ഒരുമിച്ച് ചേർന്ന് നിന്ന് കൊണ്ടുവന്ന ആ ഒരു സോവറിനിറ്റിയാണ്. ആ സമയത്തുള്ള പൊളിറ്റിക്കലും ആ സമയത്തുള്ള സയന്റിഫിക്കും ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ, അതായത് അപ്പോൾ കൊണ്ടുവന്ന ആ ഒരു സോവറിനിറ്റി നമ്മൾ കണ്ടിന്യൂസ്ലി കൊണ്ടുപോവുകയാണെങ്കിൽ നോ അതർ നേഷൻ ക്യാൻ ഡിഫീറ്റ് ഇന്ത്യ. ഓക്കെ, ആൻഡ് ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ, എന്താ പറയാ, ഇറ്റ്സ് ഓൺ agile ability to go through any situation, അല്ലെ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് വരാം. നമ്മുടെ മിലിറ്ററി കോൺസ്റ്റലേഷൻ മാട്രിക്സ്. ഞാൻ ഈ പറഞ്ഞ വാറിന്റെ സമയത്ത് തന്നെ നമുക്കത് മനസ്സിലായേ. നമുക്ക് അറിയാവുന്നത് നമ്മുടെ ഈ സാറ്റലൈറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ജസ്റ്റ് ഒരു ഇത് തരുന്നതുള്ളൂ. GSAT-7 ആണ് രുക്മിണി എന്ന് പറയുന്ന ആ ഇത് വെച്ചിട്ട് നമ്മുടെ റിയൽ ടൈം വാർഷിപ്പും സബ്മറൈനും കണക്ട് ചെയ്തുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട്. GSAT-7 ക്യാപിറ്റൽ A, ആംഗ്രി ബേർഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മുടെ റഡാറും AWACS ഡിഫൻസ് കൺട്രോൾസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. എയർഫോഴ്സിന്, ആർമിക്കുള്ളതാണ്. നമ്മുടെ GSAT-7A 30% ആർമി ഏവിയേഷൻ കോപ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാർട്ടോസാറ്റ് തന്നെ ഉണ്ട്. കാർട്ടോസാറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഒരു ഇമേജ് നമുക്ക് കിട്ടും, മനസ്സിലായില്ലേ? അപ്പം ആ ഒരു ടാക്ടിക്കൽ ഇമേജറിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാറ്റജിക് റെക്കോർഡ് റിസാറ്റ് 2 എന്ന് പറയുന്നത് എക്സ് ബാൻഡ് SAR യൂട്ടിലൈസ് ചെയ്ത് സ്ട്രാറ്റജിക് സ്ട്രൈക്സ് നടത്തുന്നുണ്ട്. മൈക്രോസാറ്റ് R എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2019 ASAT ടെസ്റ്റിന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ അത്രയാണ് അതിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതിൽ GSAT-7A ഓർത്ത് വെക്കാം. ആംഗ്രി ബേർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു അഗ്നി 5 മിസൈലിന്റെ നമ്മുടെ ആ ഒരു ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നത് 1983-ലാണ്. അതിന് 5 കീ മിസൈൽ സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ്? പൃഥ്വി എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്. സർഫസ് ടു സർഫസ്. അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്നി എന്താണ്? തീനെ നമുക്ക് അറിയാലോ. തീ പക്ഷെ ഇതിലും ഇല്ല. അതായത് തീനെ നമുക്ക് ഗ്രൗണ്ടിൽ തൊടുന്ന, ഫയർ കനോട്ട് ബി സീൻ ടച്ചിങ് ദ ഗ്രൗണ്ട് അല്ലെ, എന്നാൽ അത് എയറിലും തൊടുന്നില്ല. അതുപോലെ തന്നെയാണ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് അഗ്നി. പിന്നെ വരുന്നത് ആകാശാണ്. ആകാശാണ് സർഫസിൽ നിന്നും എയറിലേക്ക്. പിന്നെ വരുന്നത് നാഗാണ്, ആന്റി ടാങ്ക് ഗൈഡഡ്. അതായത് ടാങ്കിൽ നിന്നുമാണ് ഇത് പോകുന്നത്. നമുക്ക് മിലിറ്ററി ടാങ്കിൽ നിന്നാണ് പോകുന്നത്. പിന്നെ ഉള്ളത് തൃശൂർ എന്ന് പറയുന്നത് തൃശൂർ പോലെ തന്നെയാണ്. തൃശൂർ വളരെ ഷോർട്ട് റേഞ്ചിലേ പോകുള്ളൂ. അപ്പൊ ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? പൃഥ്വി എന്ന് പറയുമ്പോൾ സർഫസ് ടു സർഫസ്. അഗ്നി എന്ന് പറയുമ്പോൾ ഷോർട്ട് റേഞ്ച് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ആകാശ് എന്ന് പറയുന്നത് സർഫസ് ടു എയർ. നാഗ് എന്ന് പറയുന്നത് ആന്റി ടാങ്ക് ഗൈഡഡ്. തൃശൂർ എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ. ഓക്കെ, ഇത് ലീഡ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ APJ അബ്ദുൽ കലാം, ദി ഗ്രേറ്റ് മാസ്റ്റർ എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ ബിഹൈൻഡ് ഇറ്റ്. 2008 ഫേസ് ഔട്ട് ചെയ്തതാണ്. ആൻഡ് സക്സസ്ഫുൾ ഇൻഡക്ഷന് ശേഷം ഇതിന് നമ്മൾ ഫുൾ ആയിട്ട് ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ആർമിയിൽ ഇൻഡക്ട് ചെയ്തു. ഇത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ തന്നെ നെടും തൂൺ അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയാം. സെൽഫ് റിലയൻസ് ഇൻ ആൻഡ് റെഡ്യൂസിങ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ്. നമുക്ക് വേറെ ഒരുത്തന്നെ കടം ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുന്ന പോലെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് ഡെവലപ്പ് ചെയ്യാം അല്ലെ. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ DRDOസിനും. DRDO ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ബ്രഹ്മോസ്, അഗ്നി 5. അപ്പം നമ്മുടെ ആത്മനിർഭർ ഭാരതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ആ ആത്മനിർഭർ ഭാരതിന്റെ എല്ലാ സാധനവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ വല്ല essay എക്സാമിനൊക്കെ പഠിക്കുകയാണ്. അതായത് നമ്മളിപ്പം ചില എക്സാംസ് ഉണ്ട്, നമുക്കത് ഇംഗ്ലീഷ് essay റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആത്മനിർഭർ ഭാരത് കയറ്റാം കേട്ടോ. ബിക്കോസ് അത് എന്ന് പറയുന്നത് ഇപ്പൊ ഭരിക്കുന്ന റൂളിംഗ് ഗവൺമെന്റിന്റെ ഒരു സംഭവം ആയതുകൊണ്ടും നമുക്ക് ആ ഒരു ഇപ്പൊ നമുക്ക് എന്ത് സാധനത്തിൽ ഈ ആത്മനിർഭർ ഭാരത് കേട്ടോ. സെൽഫ് റിലയൻസ് എന്നുള്ളതാണ് ആത്മനിർഭർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്കുള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്നു, അല്ലെങ്കിൽ കണ്ടന്റ്മെന്റ്, സെൽഫ് റിലയൻസ് ആൻഡ് വി ആർ മേക്കിംഗ് അവർ ഓൺ തിങ് എന്നുള്ള സാധനമാണ് ആത്മനിർഭർ എന്ന് പറയുന്ന സാധനം. ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ആ രീതിക്ക് ഡെവലപ്പ് ആവുന്നു എന്നുള്ളതാണ് ആ കീ തീമായിട്ട് അവർ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി സോവറിൻ സർവൈവലിന്റെ ഇക്വേഷൻ ആണ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, മിസൈൽ ഉണ്ടാക്കാം, നമുക്ക് സ്വന്തമായിട്ട് വെഹിക്കിൾ ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് ഡിഫൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ്? വി ആർ ആക്ച്വലി വെരി ഇൻഡിപെൻഡന്റ് ഫ്രം ദി ഔട്ട് ഓഫ് ദി വേൾഡ് അല്ലെ. ഔട്ട് ഓഫ് ദി വേൾഡിൽ നിന്ന് നമുക്ക് ഒരു ഡിപ്പെൻഡൻസി വേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഉള്ള ടെക്നോളജി റിസോഴ്സസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ചന്ദ്രയാൻ, മംഗൾയാൻ, ഇത് രണ്ടുകൂടെ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാം. അടുത്ത ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ചന്ദ്രയാൻ എന്ന് പറയുന്നത് 2008 ചന്ദ്രയാൻ 1 വന്നത്. ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് 2023 വന്നത്. ഓക്കെ, അപ്പം ഇതിൽ ലൂണാർ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് കൺഫേം ചെയ്ത ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രയാൻ 3 ആദ്യത്തെ നേഷൻ ടു സക്സസ്ഫുള്ളി ലാൻഡ് ഇൻ ദി നിയർ ലൂണാർ സൗത്ത് പോൾ. ലൂണാർ സൗത്ത് പോളിന് അടുത്ത് ലാൻഡ് ചെയ്യാൻ സാധിച്ച ആദ്യത്തെ നേഷനായി മാറി ഇന്ത്യ ബൈ ചന്ദ്രയാൻ 3. ഓക്കെ, ഇനി മംഗൾയാൻ എന്ന് പറയുന്നത് മോമാണ്, മാർസ് അല്ലെ ഓർബിറ്റൽ മിഷൻ. അപ്പൊ അതെന്ന് പറയുന്നത് ആദ്യത്തെ ഏഷ്യൻ നേഷൻ ടു റീച്ച് മാർസ് ഓർബിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ മാർസിൽ എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ കഴിവ്. ഓക്കെ, കഴിവല്ലട നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്ന പോലെ സംഭവം. ഓക്കെ, ഇനി നമ്മുടെ സ്പെഷ്യലൈസ്ഡ് സ്പേസ് ഒബ്സർവേറ്ററീസ് നോക്കാം. ആദിത്യ L1 PSCയുടെ ഫേവറേറ്റ് പോയിന്റ് അല്ലെങ്കിൽ ടോപ്പിക് ആണ് ആദിത്യ L1. ആദിത്യ എന്ന് പറഞ്ഞ സൂര്യനാണ്, അതിന്റെ പര്യായപദമാണ് ആദിത്യൻ അല്ലെ. അപ്പം ആദിത്യ L1 എന്നാ എനിക്ക് തോന്നുന്നു ആദിത്യ. ഓക്കെ, എന്തായാലും ആദ്യത്തെ സൂര്യന് പോയെന്ന് അങ്ങനെയും പഠിച്ചു വെക്കാം കേട്ടോ. എങ്ങനെ അവിടെ പഠിച്ചു വെക്കാം? ആദിത്യ L1. ആ L1 എന്ന് പറയുന്നത് ലഗ്രാഞ്ച് പൊസിഷൻ ആണ് കേട്ടോ. അത് 1.5 കിലോമീറ്റർ എവയാണ്. അത് സോളാറിന്റെ കൊറോണയും അതിന്റെ കോംപ്ലക്സ് സ്പേസ് വെതറും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇന്ത്യ IHS സ്പേസ് മിഷൻ ആണ് ആദിത്യ L1. അടുത്തത് ആസ്ട്രോസാറ്റ്, അനദർ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. മൾട്ടി വേവ് ലെങ്ത് ആയിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ആണ് ആസ്ട്രോസാറ്റ്. ഇത് ബ്ലാക്ക് ഹോളിനെയും കോസ്മിക് റേഡിയേഷനെയും പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി വരുന്നതാണ് എക്സ്പോസാറ്റ്.
എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് ജാനുവരി 2024 ലോഞ്ച് ചെയ്തതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ദ സെക്കൻഡ് നേഷൻ ടു ഡിപ്ലോയ് ദിസ് ടെക്നോളജിയാണ്. പൾസാർസ് എന്ന് പറയുന്നതിന്റെയും ബ്ലാക്ക് ഹോൾ ബൈനറീസിനെയും പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എക്സ്പോസാറ്റ്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇന്ത്യൻ എക്കോസ്പേസ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും മെയിൻസിനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് ISRO ആണ് ഇതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയനിയർ. ആ പോയനിയർ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു NSI ഒരു മെർച്ചന്റിനെ കിട്ടി. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഈ ഒരു സാമഗ്രികളെല്ലാം എത്തിച്ചു കൊടുക്കുക. എന്താണ് റെഗുലേറ്ററി ബോഡി അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻസ് കൊടുക്കുക, റൂൾസ് കൊണ്ടുവരാം, അങ്ങനത്തെ സാധനം, ഫണ്ട് കൊണ്ടുവരാം, ഇതെല്ലാം കൊടുക്കുന്നതാണ് ഇൻസ്പേസ്. ഇൻസ്പേസിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. NSILനെയും ISROനെയും പറ്റി പറയും, ഇൻസ്പേസിനെ പറ്റി അടുത്ത തവണ പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ ആ ഒരു ഇപ്പോഴത്തെ ഫണൽ. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഫ്യൂച്ചറിലുള്ള 3 ഇമ്പോർട്ടന്റ് മിഷൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗഗൻയാൻ അൺക്രൂഡ് ടെസ്റ്റ്, അതായത് ക്രൂ അയക്കാതെ പോകുന്ന ടെസ്റ്റ് ആണ്. അത് G1 2024-2025 അത് കഴിഞ്ഞു, സക്സസ് ആയിരുന്നു. അടുത്തത് ഗഗൻയാൻ ക്രൂഡ് മിഷൻ ആണ് 2025-2026. അത് 3 ആസ്ട്രോനോട്ടിനെ ലോ എർത്ത് ഓർബിറ്റിൽ കൊണ്ടുപോവാ. 2028-2035 വരെയുള്ളതാണ്. നമ്മുടെ സ്വന്തം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള സാധനമായിരിക്കും മാറാൻ പോകുന്ന ഭാരതത്തിന്റെ എന്താ പറയാ വേറെ ലെവലാക്കാൻ പോകുന്ന സാധനമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS. ഓക്കെ, അപ്പം 20 ടൺ സോവറിൻ സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റിംഗ് അറ്റ് 400 കിലോമീറ്റർ സപ്പോർട്ടിംഗ് 50 to 20 day മൈക്രോഗ്രാവിറ്റി എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ISROയുടെ മിഷൻ. ഓക്കെ, ഇനി നമുക്ക് വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് മിഷൻ എന്ന് പറയുന്നത് 2027 ചന്ദ്രയാൻ 4 ആണ്. ചന്ദ്രയാൻ 4 2027. 2028-2029 നമ്മുടെ ജാക്സ ജപ്പാനിലെ സ്പേസ് ഓർഗനൈസേഷൻ ആണ് ജാക്സയും ISROയും കൂടെ ചേർന്ന് ചന്ദ്രയാൻ 5 വിടുന്നുണ്ട്. അത് വാട്ടർ ഐസ് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് 2028 വീനസിലേക്കുള്ള ഒരു ഓർബിറ്റൽ മിഷൻ ആണ്. അത് അവിടുത്തെ വീനസിന്റെ ക്ലൗഡ് ഡൈനാമിക്സും ഗ്രീൻ ഹൗസ് എഫക്ട്സും പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ്. അപ്പം ഇന്ത്യയുടെ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ക്ലിയർ ആണ് അല്ലെ. നമ്മള് ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡന്റ് ആയി സെൽഫ് റിലയന്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ മിഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു അല്ലെ. അപ്പം ഇതോടുകൂടി നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി തോന്നുന്നു. ജസ്റ്റ് ഒന്ന് റീകാപ്പ് ചെയ്യാം, അതോട്ട് വെച്ച് നിർത്താം. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് SSLV എന്ന് പറയുന്ന അറിയാലോ, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതെന്ന് പറയുന്നത് 3 സ്റ്റേജ് പ്ലസ് ലിക്വിഡ് ഫ്യൂവൽ സ്റ്റേജ്, അപ്പൊ മൊത്തം 4 സ്റ്റേജ്. പേലോഡ് കപ്പാസിറ്റി 500 കിലോഗ്രാം ആണ്. സൺ സിൻക്രണസ് ഓർബിറ്റ് ആണ്. ക്യൂബ് സാറ്റ് പോലത്തെ കുഞ്ഞു സാറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ്, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കുഞ്ഞു സാറ്റലൈറ്റ്സ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അത് കുഞ്ഞു നേഷൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ക്യൂബ് സാറ്റ് ആണ്. മീൻസ് അങ്ങനെയല്ല, ഭയങ്കര എന്താ പറയാ ചെറുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും ചെറുതാണെങ്കിൽ അതിന്റെ യൂസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ക്രയോജനിക്കിനെ പറ്റി ചോദിക്കും. ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് ഹൈഡ്രജൻ ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സോ 1962 വന്നതാണ് ഇൻകോസ്പാർ, ഡോക്ടർ വിക്രം സാരാഭായിന്റെ അണ്ടറിൽ. അതിനുശേഷം നമ്മൾ TRLS എന്ന് പറഞ്ഞ സ്മോൾ സൗണ്ടിങ് റോക്കറ്റ് നമ്മളിവിടെ ലോഞ്ച് ചെയ്ത് തുമ്പയിൽ ലോഞ്ച് ചെയ്ത് 1963. 1969 ISRO വന്നു. 1975 ആര്യഭട്ട നമ്മൾ ലോഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടുത്തെ എക്കോസിസ്റ്റം നോക്കി. SLV, ASLV, PSLV, GSLV, MK2, LVM3. LVM3 നോക്കി വയ്ക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. LVM3M6 എന്ന് പറയുന്നത് നമ്മുടെ LVM3 എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് ലോഞ്ച് വെഹിക്കിൾ ആണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന എന്താണ്, ഇവിടെ നമ്മൾ ഗഗൻയാൻ മിഷന് കൊണ്ടുപോകുന്ന GSLV MK3 ആണ്. നമ്മുടെ ഇന്ത്യയുടെ മോസ്റ്റ് പവർഫുൾ ആൻഡ് ഹെവിയസ്റ്റ് റോക്കറ്റ് ആണ് കേട്ടോ LVM3. അപ്പൊ ഇത്ര ഓർത്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പ് ഇടാം. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.